കർത്താവിന് നമ്മളിലേക്ക് ചാഞ്ഞു വരാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വാക്കുകളൊന്നാണ്, അവൻ എൻ്റെ മേൽ ചാഞ്ഞു വന്നുവെന്ന്, ബെൻഡ് ചെയ്ത് വന്നു. ഇപ്പോഴും സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൂടുമ്പോൾ ദൈവം നമ്മളിലേക്കും നമ്മുടെ ജീവിത അവസ്ഥകളിലേക്കും ചാഞ്ഞു വരും. അപ്പം കർത്താവിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ ചാഞ്ഞു വരുമ്പോൾ സംഭവിക്കണ എന്താണ്? ഒരു ആകർഷണമാണ്. നമ്മൾ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് ബൈബിൾ പറയുന്നൊരു വിഷയമാണ്. അത് നമ്മളെ അതുപോലെ തന്നെ ഒന്നാണ് ദൈവം നമ്മളിലേക്ക് ആകർഷിച്ചു വരും. അതിനാണ് ചാഞ്ഞു വരണമെന്ന് പറയണത്. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് നമ്മളിലേക്ക് ദൈവം ചാഞ്ഞു വരണത്. ഇപ്പം നീ പഴയ കണ്ടത്തടിക്ക് മുണ്ടത്തടി ഒറ്റടി ചത്താലും ചത്തില്ലേ 3 മണിക്ക് അടക്കമൊന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ? ചാഞ്ഞു വരത്തില്ല. പിശാച് ചാഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കളെ, ഇത് കർത്താവിൻ്റെ വഴികളാണിത്. നമ്മളിത് ലോകത്തിൻ്റെ വഴികൾ പോലെ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ചിട്ട് പൗലോസിനെ പോലുള്ളവർ പറയും, ഇതൊക്കെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്കും ആണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവേണ്ടത്. അല്ലാത്തവർക്കിത് ജഡിയന്മാർക്കിത് കർത്താവിൻ്റെ വചനങ്ങൾ മനസ്സിലാവത്തില്ല. അങ്ങനെ വിഷയമുണ്ട്. ജഡം എപ്പോഴും ഇപ്പം അമ്മ തന്നെ എന്താ നേരത്തെ നമ്മൾ കണ്ടത്, ഇതെങ്ങനെ ലൂക്ക 1:34 ഇതെങ്ങനെ സംഭവിക്കും? എന്താ കാര്യം? അതിൻ്റെ മെറ്റീരിയൽ പ്രീറിക്വിസിറ്റ് സാറ്റിസ്ഫൈ ചെയ്യണില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ഒരു പദാർത്ഥത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. ബൈബിളിൽ എപ്പോഴും ഇപ്പോൾ ഒരു സംഭവം അമ്മയുടെ വർത്തമാനം എന്താ? ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഈവൻറ്റ് ഹാപ്പൻ ചെയ്യണം, ഒരു കാര്യം സംഭവിക്കണം. അതിനെന്ത് വേണം? 2 കണ്ടൻറ്റുകളുണ്ട് എൻ്റെ അകത്ത്. എന്താണ്? ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടൻ്റ് ഉണ്ട്, ഒരു മെറ്റീരിയൽ കണ്ടൻ്റ് ഉണ്ട്. ഇതിന് രണ്ടിനും സമാധാനം പറഞ്ഞ അമ്മ തന്നെയാണ് ബൈബിളിൽ. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും അമ്മ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു പോകും എനിക്ക്. ഇപ്പം എന്നാ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അതിനൊരു മെറ്റീരിയൽ കണ്ടൻ്റ് ഉണ്ട്. അതിനെ കാര്യം, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെ ഒരുമിച്ചുള്ള സഹകരണം വേണം. അതാണ് എൻ്റെ പദാർത്ഥ മാത്രമായ കണ്ടൻ്റ്. അപ്പോൾ ഒരു സംഭവം നടക്കണമെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവം, ജോലി ആയാലും ശരി, വീട് വാങ്ങിക്കുന്നതായാലും ശരി, കടം മാറ്റണതായാലും ശരി, കടം ഇളവ് കിട്ടുന്നതായാലും ശരി, രോഗം സുഖപ്പെടുന്നതായാലും ശരി, ഒരു പദാർത്ഥ മാത്രമായ ഏജൻ്റ് ഉണ്ട് അവിടെ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ ഈ പദാർത്ഥ മാത്രമായ ഏജൻ്റ് ചില സമയത്ത് വീക്കാകാം, ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നിർബന്ധമില്ല, കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. മെറ്റീരിയൽ കണ്ടന്റിൽ നമ്മൾ ചില സമയത്ത് പാപ്പരാകാം. ഇപ്പം സ്ഥലം മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വഴി നടക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ കാശില്ല. ഇതെങ്ങനെ ഞാൻ പടമ്പ മേടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കാതെ എൻ്റെ നാളെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ശവം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ മേടിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. അല്ലെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ആ കക്ഷികൾ നമ്മളെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി പെട്ടവരൊക്കെ നമ്മുടെ സ്ഥലം ചൂണ്ടിയെടുക്കാൻ വേണ്ടി അവർ ആ സ്ഥലം തരാൻ ഉദ്ദേശിക്കണില്ല. ചില ആൾക്കാരുണ്ടല്ല, സ്ഥലം തരത്തില്ല. അതിലെ വഴി നമുക്കുള്ളതെന്നറിയാം. നമുക്ക് വഴി തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പൊറുക്കും, തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടവരൊക്കെ അവർക്ക് കൊടുത്തിട്ട് നമ്മളവിടെ നാടുവിട്ട് പോകും, വഴി കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അമ്മ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അച്ഛനിപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു സ്ഥലം നമ്മൾ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നാട്ടുകാർ വേറെ ആരുടെയെങ്കിലും വഴി കൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. 2 കാര്യങ്ങൾ സംഭവിക്കാം. എന്താണ്? ഒന്ന്, നമുക്ക് പണം ഉണ്ടാക്കി അവർക്ക് പണം കൊടുക്കണം. പക്ഷേ അവർ പറയണത് എന്താണ്? ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പെട്ടവരൊക്കെ തന്നിട്ട് നാട് വിട്ടു പോയിക്കൊള്ളാൻ പറയും. അതെ.
പദാർത്ഥമാത്ര ഒരു വിഷയമുണ്ട് എൻ്റെ അകത്ത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ പിന്നീട് ഉന്നയിക്കുന്നതെല്ലാം പദാർത്ഥമാത്രമായ തടസ്സവാദങ്ങളാണ്. അത് ഒരു സംഭവം നടക്കുന്നതിനുള്ള പദാർത്ഥപരമായിട്ടുള്ള പ്രതലങ്ങളാണ്. അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് അമ്മ ചോദിക്കുന്നത്, നമുക്ക് വേണ്ടി ചോദിച്ചതാണ്. അപ്പോഴേ അതിന് മറുപടിയുണ്ട്. എന്താ മറുപടി പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഇപ്പം പദാർത്ഥമാത്രമായ വിഷയം. ഇപ്പം ചിലർ പറയും, കഴിഞ്ഞ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം കിടപ്പുണ്ടായിരുന്നു, ഒരു നേഴ്സിൻ്റെ സാക്ഷ്യം. കാര്യം പൊട്ട പരീക്ഷ എഴുതി കുളവാക്കിയിരിക്കുകയും. അപ്പോൾ കൂട്ടുകാരൻ ബോംബെയിലോട്ട് വിളിച്ച് പറഞ്ഞ് റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പറഞ്ഞു, എടാ പോടാ, ഞാനിപ്പോൾ ഒരു രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വന്നോ? അയ്യോ നീ നോക്കിയാന്ന് ചോദിച്ചില്ല, ആ പരീക്ഷ പൊട്ടയാണ്, എഴുതി കുളവാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരനിലേക്ക് എന്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ പറയണത്, എടാ ഞാനൊരു രോഗീനെ ഇപ്പോഴേ നോക്കിക്കോളാം. അസത്യമായ കാര്യമാണ്. കാര്യം എന്താണ്? ആ പരീക്ഷ റിസൾട്ട് കേട്ടിട്ടും വലിയ കാര്യമില്ല. കാര്യം എങ്ങനെ സംഭവിക്കും? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടില്ല, പരീക്ഷ നാശകോടാലയായിപ്പോയി. എൻ്റെ മെറ്റീരിയൽ വശമാണ്. നമ്മൾക്ക് എഴുതാനുള്ള നമ്മൾ എഴുതിയിട്ടില്ല, പല ക്വസ്റ്റ്യൻസും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തോക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇനി എങ്ങനെ ജയിക്കും? ഞാൻ നന്നായി പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ, അതാണർത്ഥം. എൻ്റെ മെറ്റീരിയൽ തരാം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു വിഷയം പരീക്ഷ എന്ന് പറയും. പക്ഷേ അവൻ രോഗിയെ നോക്കിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ അവന് തോന്നി, ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കിടക്കുന്നു, ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടില്ല, പരീക്ഷ ഞാൻ പൊട്ടയായിരുന്നു, പക്ഷെ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇനി പരിശുദ്ധ അമ്മ വല്ലതും ചെയ്തെങ്കിൽ ചെയ്തതാണ്. പക്ഷെ രോഗി നോക്കിക്കഴിഞ്ഞ് അവൻ റിസൾട്ട് നോക്കിയപ്പോൾ അമ്മ അവനെ ജയിപ്പിച്ചിരിക്കുന്ന കൈയടിച്ച് കിടത്താൻ എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അതാണ് എൻ്റെ മക്കളോട് ഞാൻ ഇടയ്ക്ക് സമയത്ത് ഭയങ്കര ചിലരൊക്കെ ചെയ്തൊരു കാർക്കശ്യം കാണിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ പേപ്പർ നോക്കണത് ഉടമ്പടി. ഇപ്പം നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ പേപ്പറാണ് എടുത്ത് നോക്കണത്. പേപ്പർ നോക്കിയിട്ട് പുതുക്കിയിട്ടുണ്ടെന്ന് നോക്കും, പുതുക്കിയിട്ടില്ലെങ്കിൽ തിരിച്ചു തരും. എന്താ? നിങ്ങളുടെ വഴക്കുണ്ടായിട്ടല്ല, കാരണം നിങ്ങൾ ആളുമായിട്ട് ഉടമ്പടി, ആളിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളത് ആ ഭാഗം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പണി എളുപ്പമാകും. നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയല്ലേ. അപ്പം നിങ്ങളതിനകത്ത് സത്യസന്ധമായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് റിസ്ക് ഇല്ല. പിന്നെ കാര്യം എന്താ? നമ്മൾ ചെയ്യാനുള്ള ചെയ്തു, പഠിക്കാനുള്ള പഠിച്ചു, എഴുതാനുള്ളതൊക്കെ എഴുതി, നമ്മളെ പറ്റണ പോലെ എല്ലാം നമ്മൾ ചെയ്തു. പിന്നെ എന്താ ബാക്കി? എന്താ കാര്യം? പിന്നെ അമ്മയാണ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ള സാഹചര്യം നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യണം. തന്നെയല്ല, ദൈവത്തെ എപ്പോഴും വിശ്വാസത്തിലെടുക്കണം മക്കളെ. അത് എന്തെല്ലാം സംഭവിച്ചാൽ തിരികെ പോകരുത്. ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ എബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, ഞാനല്ല പഠിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പഠിച്ചതാണ്. എനിക്ക് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പൗലോസ് പറയണത് കറക്റ്റാണ്. എന്താ? അതായത് തിരിച്ചു പോകാൻ, താൻ വിട്ടിറങ്ങി പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവസരമുണ്ടായിരുന്നെന്ന്. എന്നാ ഈ പൗലോസ് എന്നാ സംഭവമാണ്? നമ്മൾ ഹെബ്രായർ 11:15 താൻ വിട്ടിട്ട് പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരുന്നെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ വിട്ടുപോകുന്ന ചിലപ്പോൾ പഴയ ജീവിതമായിരിക്കും. ചില വെള്ളമടിക്കാരുണ്ടാകും, ചിലപ്പോൾ ആൾക്കാരുടെ കഴുത്തേക്ക് കിടന്ന ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ പല ചുറ്റിക്കളിയുള്ള ആൾക്കാരുണ്ടാകാം,
ചിലപ്പോൾ വൈരാഗ്യവും പൗശന്യവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും പറ്റിപ്പും അമിത പലിശയും അങ്ങനെ ജഡത്തിൻ്റെ എല്ലാ മോഹങ്ങളും ദുർമോഹങ്ങളും ഉള്ള ആൾക്കാരാകാം. അതെല്ലാം വിട്ടുപോകുന്ന ആളാണ്, വിഗ്രഹ ആരാധന വരെ വിട്ടുപോകുന്ന ആളാണ് എബ്രഹാം. അതാണ് 11 ഹെബ്രായ 11:15. താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് തിരികെ പോരണമെന്ന് എബ്രഹാം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകുമായിരുന്നെന്ന്. ഏതാണ് അവസരം? സൊദോം ഗൊമോറയിൽ തീയിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ എബ്രഹാം കൂടാരത്തിൽ താമസിക്കുക. എങ്ങാനും ഒരു കഷ്ണം തീ കൂടാരത്തിൽ വീണെന്ന് ഒത്തുപോകാൻ സംഭവം. ഇപ്പം നമ്മൾ സൊദോം ഗൊമോറയുടെ കഥ വായിക്കണില്ലേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ? ഇപ്പം സൊദോം ഗൊമോറയുടെ ഭാഗമുള്ള സ്ഥലത്താണ് എബ്രഹാം താമസിക്കുന്നത്. അതിൻ്റെ അകത്തല്ലെന്ന് മാത്രമേ ഉള്ളൂ. ലോത്ത് മാത്രമേ സൊദോം ഗൊമോറയിൽ താമസിക്കുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ സമീപ പ്രദേശത്താണ് എബ്രഹാം താമസിക്കുന്നത്. ആ പ്രദേശം ദൈവം ചുട്ടുകളയാൻ പോകണമെന്ന് പറയുമ്പോൾ എബ്രഹാത്തിന് വേണമെങ്കിൽ ഈ നാടിന് എന്ത് കാര്യം, എബ്രഹാം രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ കണ്ട് താനുമായിട്ട് കരുവേലൊക്കെ മമ്പര താഴ്വരയിൽ എബ്രഹാം ദൈവത്തോട് സംസാരിച്ച സ്ഥലത്തേക്ക് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ പുക ഉയരണ കാണുന്നുണ്ട്. തീച്ചുള എന്ന പോലെ പുക ഉയരണം. ദാറ്റ് മീൻസ് എബ്രഹാത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സൊദോം ഗൊമോറ. കാണാവുന്ന സ്ഥലത്താണെന്ന് അർത്ഥം. അവിടെ തീയും ഗന്ധകം ഇറക്കാൻ പോകണമെന്ന് എബ്രഹാത്തിന് അറിയാമെങ്കിൽ എബ്രഹാം എന്താ ചെയ്യേണ്ടത്? കൂടാരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അയാൾക്ക് അങ്ങേർക്ക് നല്ല തറവാടുണ്ടായിരുന്നതാണ്, നല്ല ഉറപ്പുള്ള വീടുണ്ടായിരുന്ന ആളാണ്. ഇറാഖിൽ അദ്ദേഹത്തിന് നല്ല സുന്ദരമായ കെട്ടുറപ്പുള്ള തറവാടുണ്ടായിരുന്ന മനുഷ്യനാണ്. ഈ സ്ഥലം തീയും ഗന്ധവും ദൈവത്തിൻ്റെ ശാപമാണപ്പെട്ട് സ്ഥലമാണെന്ന് ആദ്യം അറിഞ്ഞത് എബ്രഹാമാണ്. അങ്ങനെയാണെങ്കിൽ എബ്രഹാത്തിന് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് പറയണത്. തിരിച്ചു പോകാൻ, താൻ വിട്ടുപോയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആ പാപത്തിന് സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവസരങ്ങളുണ്ടായിരുന്നെന്ന്. എന്തവസരങ്ങളുണ്ടായിരുന്നാ പറയണത്? ജീവിതത്തിന് പരാജയങ്ങൾ, ജീവിതത്തിൽ ദുർഘടങ്ങൾ, അതുപോലെ ജീവിതത്തിൽ ഇതുപോലെ രോഗങ്ങൾ, ഇതെല്ലാം എന്താണ്? തിരിച്ചു പോകാനുള്ള അവസരമാണ്. നമ്മുടെ പഴയ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും ഉടമ്പടി ചെയ്തിട്ട് പോലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, എൻ്റെ കടങ്ങൾ പരിഹരിക്കണില്ല, ബാങ്കുകാരൻ ഇപ്പോഴും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തിരിച്ചു പോകാനുള്ള അവസരമാണ്. എബ്രഹാം താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക്, പാപത്തിൻ്റെ പഴയ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങളായിട്ട് പരാജയങ്ങൾ വരുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ് എന്താണ് അവൻ മുന്നോട്ടാണ് പോയതെന്ന്. താൻ പ്രാപിച്ചില്ലെങ്കിൽ പോലും അകലങ്ങളിൽ കണ്ട ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് അവന് തനിക്ക് ലഭിക്കാതിരിക്കുന്ന നന്മയോർത്തുകൊണ്ട് എബ്രഹാം അഭിവാദനം ചെയ്ത പോലെ ദൈവ പൈതലെ നമ്മൾ പരാജയപ്പെട്ടാലും കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ ഓർത്തുകൊണ്ട് അഭിവാദനം ചെയ്യും. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി ഈ പുണ്യഭൂമിയിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഇങ്ങനെയൊരു സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് വർഷ, ഇതെൻ്റെ മകൻ അക്ഷേത്, ഇതെൻ്റെ ഹസ്ബൻഡ് ശ്രീകാന്ത്. ഞങ്ങൾ UAE നിന്നാണ് വരുന്നത്. UAE ഷാർജയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മ പരിശുദ്ധ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാനുള്ള സമയമുള്ളൂ എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം സാക്ഷ്യം പറയുകയാണ് ഇവിടെ നിന്ന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2020 ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ആ സമയത്ത് ഞങ്ങൾക്ക് കൃപാസന അമ്മയെ പറ്റി അത്ര അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ദുബായിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളും പ്രയറും എല്ലാം തന്നത്.
അന്ന് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 വർഷത്തോളം കാലം ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് 2022 ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിന് ജോലി മേഖലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിൻ്റെ സാലറി കട്ടെല്ലാം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടി. സാലറി ഒന്നും കിട്ടാതെ വന്നപ്പോൾ അതിന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത്. അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അന്ന് തന്നെ ഇവിടെ വന്ന് 2022 വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആ ദിവസം തന്നെ അച്ഛനെ എനിക്ക് കാണുവാനുള്ള അനുഗ്രഹവും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കിട്ടിയതിൻ്റെ ഫലമായി ഞങ്ങൾ ആ കേസ് വിജയിച്ചു. അതിന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ്. അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങളിവിടെ കുടുംബമായി നിൽക്കുകയാണ്. അന്ന് ഞാൻ 2022 ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് പീരീഡ്സ് ആയത് മുതൽ ആ വർഷം മുതൽ തന്നെ എനിക്ക് 4-5 ദിവസത്തോളം പീരീഡ്സ് പെയിൻ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കഠിനമായ വയറുവേദന കൊണ്ട് കോഴിക്കോടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ കയറി ഡോക്ടേഴ്സിനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇനിയും വരികയാണെങ്കിൽ പീരീഡ്സ് ടാബ്ലറ്റ് പെയിനിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അവരെന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. ആ 4-5 ദിവസം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പോലും അറിയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായി ഞാൻ പെയിനോട് അവിടെ കരഞ്ഞ് തളർന്ന് 4-5 ദിവസം ഞാൻ കിടക്കയിൽ നിന്ന് എണീക്കാതെയാണ് ഇരിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. അതിനേക്കാളും എനിക്ക് വലുതായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ ആ സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ആ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തിരിച്ച് ഉടമ്പടിയെല്ലാം എടുത്ത് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മാതാവിനെ ഒന്ന് നോക്കി മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അമ്മേ അത് സൗഖ്യം തരാൻ പറ്റുമെങ്കിൽ അമ്മ ഒന്ന് തന്നേക്കാൻ ഈശോയോട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത്. അങ്ങനെ ഞാൻ തിരിച്ച് ദുബായിലെത്തി ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എനിക്ക് പെയിൻ ഉണ്ടാവാറുണ്ടെങ്കിലും കൃത്യം 7 ദിവസത്തിനുള്ള പെയിന് ആ ദിവസത്തിനുള്ളിൽ എനിക്ക് പീരീഡ്സ് സ്റ്റോപ്പാവും. പക്ഷേ ആ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ എനിക്ക് 10 ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് അമ്മ 7 എന്നുള്ളത് 10 ആക്കിയല്ലോ, ഇനി ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് ഇനി 10 ദിവസം ബ്ലീഡിങ്ങും കൊണ്ട് നടക്കണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ആ ഒരു പ്രാവശ്യത്തോടു കൂടി പിന്നെ എനിക്ക് അങ്ങനെ ഒരു പീരീഡ്സ് പെയിൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ ആ മന്ത്ലി ഒരു 4-5 ഡേയ്സ് ടെററായ അമ്മ എങ്ങനെ ഇപ്പം സൈലൻ്റായി? മാതാവാണല്ലോ എൻ്റെ അമ്മേനെ ഇങ്ങനെ ആക്കി തന്നത്. കാരണം അവർക്കൊക്കെ പേടിയായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ അടുത്ത് വരാൻ. ഞാൻ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി, എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ഞാൻ നന്ദി ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ മകൻ അക്ഷിത്. അവൻ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. 9th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്ന സമയത്ത് ജോലിയിൽ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ സാലറി പെൻഡിങ് വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളെ അങ്ങനെ അലട്ടി തുടങ്ങി. ആ സമയത്ത് അവൻ്റെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷനൊക്കെ കുറഞ്ഞു. അവന് ചെറുതായി പഠിത്തത്തിലൊക്കെ ഉഴപ്പാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കൊറോണ പീക്കിലായപ്പോൾ ഓൺലൈൻ ക്ലാസ്സായി. അപ്പോഴും അവനിങ്ങനെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവൻ ഡൗണായി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് 10ാം ക്ലാസ്സിൽ കുഴപ്പമില്ലാത്ത മാർക്ക് കൊടുത്ത് അവന് ആഗ്രഹിച്ച കോഴ്സ് തന്നെ എടുക്കുവാനോ അവൻ്റെ സ്കൂളിൽ തന്നെ അഡ്മിഷനൊക്കെ കൊടുത്ത് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതുകൂടാതെ അവൻ ആ +1 +2 പഠിക്കുന്ന സമയത്ത് +1-നൊക്കെ ടീച്ചേഴ്സ് പറയുമായിരുന്നു, അവൻ ക്യാരക്ടർ വൈസ് ഏറ്റവും നല്ല കുട്ടി, ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ അവൻ ക്ലാസ്സിലെല്ലാ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ആൻസർ ഷീറ്റിൽ അതൊന്നും കാണാനില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഈ കാര്യത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആ സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് സാലറീൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ പേഴ്സണൽ ട്യൂഷൻ വിടാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയായിരുന്നില്ല. എനിക്ക് ആകെ ഏക ആശ്രയം പരിശുദ്ധ അമ്മയായിരുന്നു. ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പ്രഭാഷകൻ 33:16-17 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിറകിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു.
എന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ ഈശോയെ, ഞങ്ങൾ അക്രൈസ്തവരാണെങ്കിലും അമ്മയും ഈശോയും അറിഞ്ഞത് തൊട്ട് ഈ ജപമാല ഞാൻ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. രാത്രി 2:30 മണി മുതൽ അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് രാത്രി 2:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഞാൻ ഈ 2:30 മണിക്ക് ഈ ജപമാല കയ്യിലെടുത്താൽ പിന്നെ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തും ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്തുമാണ് ഞാനിത് കുറച്ച് സമയം താഴെ വയ്ക്കുന്നത്. അല്ലാത്ത സമയങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഇതിനൊരു വഴി കാട്ടിത്തരണമേ എന്ന്. പക്ഷേ ആ +1 മുഴുവനും അവൻ ഏറ്റവും ലോ മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഫൈനൽ എക്സാമിൽ അവന് പാസ്സാവാനുള്ള മാർക്ക് മാത്രം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. എന്നാലും ഞാൻ പിടിവിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ CBSE ആയതുകൊണ്ട് +1 റിസൾട്ട് ഞാനൊന്നും നോക്കുന്നില്ല, അമ്മയ്ക്ക് എന്തോ ഇടപെടാനുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് +2-ലെത്തുമ്പോൾ അവൻ്റെ യൂണിഫോമോട് കൂടി, അവൻ്റെ ഷാർജ അവറോൺ സ്കൂളിലാണ് പഠിക്കുന്നത്, അവൻ്റെ സ്കൂൾ യൂണിഫോമിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എൻ്റെ മകൻ്റെ യൂണിഫോം അഴിച്ചു വെക്കാമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മയുടെ തിരുക്കുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ആഗ്രഹം ഇവിടെ സാക്ഷ്യമായി പറയുവാൻ അമ്മ അനുഗ്രഹിച്ചു. അവന് +2-ന് നല്ല മാർക്കോടെ പാസ്സായി. അവൻ്റെ മാർക്ക് ലിസ്റ്റൊന്നും ഇനിയും ഞങ്ങൾ മേടിച്ചിട്ടില്ല. അവൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇനി തിരിച്ചു പോയിട്ട് വേണം അവൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ സ്കൂളിൽ നിന്ന് മേടിക്കാൻ വേണ്ടി. അതിനു മുമ്പായി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവന് പരിശുദ്ധ അമ്മ ഇടപെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവനോട് വചനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം, ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് അവിടെ 4 മണിക്കാണ് അവിടെ ഉണ്ടാവാറുള്ളത്. 4 മണി ആ സമയത്ത് തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയാണ് മോനെ ഞങ്ങൾ സ്കൂൾ വിട്ടുകൊണ്ടിരുന്നത്. അവൻ്റെ പരീക്ഷാ സമയത്തിന് മുൻപായി, അമ്മേ എൻ്റെ ഉടമ്പടി യോഗ്യതയാൽ അമ്മ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴൊക്കെ ഇവിടെ ധ്യാനങ്ങളിലൊക്കെ അച്ഛൻ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ധ്യാനം നടത്തുന്നതിനെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് മായുണ്ട്, ഞങ്ങൾ സംസാരിക്കുമ്പോൾ മാതാവിനെ ഈശോനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും, ആ ജോസഫ് അച്ഛൻ ഒന്നിവിടെ വന്ന് നമ്മളെ മക്കളെയും കൂടെ ഒന്ന് ബ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരാശ്വാസമായിരുന്നു. അതും പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഷാർജ പള്ളിയിൽ ഞങ്ങൾ കുർബാന ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത്. പറ്റാവുന്നിടത്തോളം ഞങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് കുർബാന പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ്, ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ 3, 4, 5, 6 തീയതികളിൽ കൃപാസനത്തിലെ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ ഇവിടെ വന്ന് ഒരു മറിയൻ റിട്രീറ്റ്, ഇവിടെ ഒരു ധ്യാനം ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടി എന്താണ് ഉണ്ടായതെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ 3, 4, 5, 6 ദിവസങ്ങൾ ഞങ്ങൾ ഷാർജയിലെ എല്ലാവരെയും, അത് ഈ ക്രിസ്ത്യൻസോ അങ്ങനെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ആത്മീയ വിരുന്നിലേക്ക് ജോസഫ് അച്ഛൻ ഞങ്ങളെല്ലാവരെയും അടുപ്പിച്ചു. ആ 3, 4, 5, 6 ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10, 11 മണി നേരം ഇരുട്ടുന്നത് വരെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും പറ്റാവുന്നവരെല്ലാം പങ്കെടുത്ത ഒരു ഏറ്റവും നല്ല ധ്യാനവും, അതിലൂടെ അവിടെ വന്ന എല്ലാ മക്കൾക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ്സും കൊടുത്തിട്ടാണ് അച്ഛൻ വിട്ടത്. അതെല്ലാം ഈശോയുടെ ദൂതനെ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ ആ വചന അതേപോലെ വന്നതുപോലെ ജോസഫ് അച്ഛനെ അയച്ച് അവിടുത്തെ മക്കളെ എല്ലാം ബ്ലസ് ചെയ്തിട്ടാണ് വിട്ടത്. അതിൻ്റെ ഫലമായി ഇവൻ പഠിക്കുന്ന ജെംസ് സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ എല്ലാ സ്കൂളുകളിലും 100% വിജയമാണ് ഈ വർഷത്തെ +2 റിസൾട്ടിൽ വന്നിരിക്കുന്നത്. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. ജെംസിൻ്റെ എല്ലാ സ്കൂളുകളിലും CBSE +2 റിസൾട്ട് 100% ആയിരുന്നു. ഞാൻ എൻ്റെ മോനെ പരീക്ഷയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്, അവൻ പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു വിടും, അതുപോലെ തന്നെ നെറ്റിയിൽ തൈലം കൊടുത്തു വിട്ട് ഞാൻ പറയും, നീ പ്രാർത്ഥിച്ചു. അവനറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ കാണാറുള്ളത് കൊണ്ട് അവനറിയാം. അവൻ അതുപോലെ ചെയ്തു. ഇത് ഉടമ്പടി വഴിയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും ആദ്യത്തെ അടയാളം ജോസഫ് അച്ഛൻ വന്ന് ഈ മക്കളെ ബ്ലസ് ചെയ്തായിരുന്നു.
അത് കഴിഞ്ഞ് രണ്ടാമത്തത് ഇവൻ ആ എക്സാം എഴുതുന്ന സ്കൂൾ അവിടെ ഷാർജയിലെ പള്ളിയുടെ ഏറ്റവും അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കൂടി മുട്ടുമ്മേൽ നിന്ന് അവിടെ നിന്ന് മാതാവിന് ഒരു ജപമാലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവൻ സ്കൂളിലേക്ക്, ആ സ്കൂൾ എക്സാം എഴുതുന്ന സ്കൂളിലേക്കുള്ള ആ ഗേറ്റിൻ്റെ നമ്പർ 6 എന്നായിരുന്നു. അത് ഉടമ്പടിയുടെ അടയാളമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ച 6 കൽഭരണികൾ. അതുപോലെ ഇവൻ 6ാം ഗേറ്റിലൂടെയാണ് അവൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയതെന്നും തിരിച്ചു വന്നതും. ആ അനുഗ്രഹത്താൽ അവന് നല്ല മാർക്കോടെ പാസ്സായി. അവന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അവനെയും ഞങ്ങളെയും ഒരുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി യേശുനാമത്തിൽ ഉയർത്തി. പരീക്ഷാ സമയത്ത് അവനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം. എൻ്റെ പേര് അക്ഷത്. ഞാൻ ഇപ്പോൾ 12th കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ പഠിക്കുമ്പോൾ ആദ്യം എൻ്റെ ടേബിളിൽ ഒരു A4 ഷീറ്റിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വലുതായി എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ കൃപാസനത്തെ ഒരു ബുക്ക് വായിച്ച് പറഞ്ഞെന്നാണ്, പഠിക്കുമ്പോൾ ആ പേജ് തുറന്ന് അതിൻ്റെ മേലെ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പഠിക്കാൻ, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പോകുമ്പോൾ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ കൃപാസനം സോൾട്ട് ഇടായിരുന്നു. പിന്നെ എക്സാമിന് കയറി കഴിയുമ്പോൾ അവർ കുറച്ച് നേരം ഫ്രീ ടൈം തരും, എന്തെങ്കിലും പഠിച്ച് റിവൈസ് ചെയ്യാൻ, ഓർമ്മിച്ചെടുക്കാം. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്ത്. പിന്നെ എക്സാം സമയത്ത് എനിക്ക് എവിടെയെങ്കിലും സ്റ്റക്കാവുമ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ പറയും മാതാവിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേമാതിരി ഞാൻ എപ്പോഴും ആലോചിക്കാം, മാതാവ് ഇതെന്താ ഇങ്ങനെ, എനിക്കതൊന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പിന്നെയും ഞാൻ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്ന് ഞാൻ അതേമാതിരി എഴുതും. എന്നിട്ട് അത് എഴുതിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മ എനിക്ക് നെറ്റിയിൽ ഉടമ്പടി തൈലം വെച്ച് തരുമ്പോൾ ഞാനത് പേപ്പറിൽ കുരിശ് വരയ്ക്കായിരുന്നു. പിന്നെ സോൾട്ട് ഇടായിരുന്നു, എന്നിട്ട് ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് വേറൊരു അടയാളം വന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഏതോ സമയം ഞാൻ കാശുരൂപ സ്മെല്ല്, എനിക്കൊരു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു, അതൊരു അടയാളമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ പാസ്സായി. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ജോലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കൊടുത്ത് അനുഗ്രഹിച്ചു. അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എൻ്റെ പേര് ശ്രീകാന്ത്. ഞാൻ കൂടുതൽ ജോലി എടുത്തത് വന്ന് മെഡിക്കൽ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ എപ്പോഴും അച്ഛൻ പറയുന്ന വരി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതെടുക്കാം. എന്താ വെച്ചാൽ ഞാൻ വന്ന് കൂടുതൽ മെഡിക്കൽ മാർക്കറ്റിങ്ങിൽ ഉണ്ടായിട്ടിരുന്നു. എൻ്റെ ഏജ് വന്ന് ഓവറായിപ്പോയി. അപ്പം ഞാൻ വന്ന് അവിടെ നിന്ന് വന്നിട്ട് 45, 46, 35 കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും ജോലി അധികം വേറെ ഇതിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പലപ്പോഴും ചില സാക്ഷ്യങ്ങളിൽ കേട്ടിരിക്കുന്നത് 45 വയസ്സിലും ഇതൊക്കെ ആയിട്ട് ജോലി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടി എന്ന്, നല്ല ജോലിയിൽ കിട്ടിയ ആൾക്കാർ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് പല സാക്ഷ്യങ്ങളും കണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ 48ാം വയസ്സിൽ ഞാൻ ആക്ച്വലി ഫീൽഡ് മാറി വേറൊരു മൂവിങ് കമ്പനിയിൽ താൽക്കാലികം ആ കേസ് നടക്കുന്ന ടൈമിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ഇൻഷുറൻസിൽ പരിചയമുണ്ടായ ഒരു മാനേജർ, വളരെ ടാലൻറ്റഡ് മാനേജറാണ്, വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരാൾ, അവിടെ ദുബായിൽ എത്തിയെന്ന് പറഞ്ഞു കണ്ടു. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ലിങ്ക്ഡിൻ പറഞ്ഞ് ഇതുവഴി മെസ്സേജ് അയച്ചിട്ടു. സാർ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ ഇന്നൊരു കോളേജിലാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ലൊക്കേഷനും നമ്പറും വാങ്ങി അവരെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഞങ്ങളെ കമ്പനീൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടുത്തെ സ്റ്റാഫിൻ്റെ വല്ല മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഓഫീസ് ഐറ്റംസിൻ്റെ മൂവ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കമ്പനിക്ക് തരണം എന്ന് വെച്ചാൽ അത് ഞാനൊരു ടെമ്പററി ജോലിയായിട്ട് എടുത്തതാണ്. അവിടെ പോയി ഞാൻ രണ്ടാമത്തെ ടൈം മീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചു, ശ്രീകാന്ത് നിനക്ക് ഫീൽഡ് മാറാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു സാർ എന്താ ചോദിക്കുന്നതെന്ന്. അല്ല നിനക്ക് എങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു സാർ എനിക്ക് എഡ്യൂക്കേഷൻ ഫീൽഡ് തീരെ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, അതിനെ പറ്റി നോളജും ഇല്ല, പിന്നെ അതേമാതിരി എനിക്ക് ഏജും എത്രയായി, ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ സാറ് പറഞ്ഞു നിൻ്റെ കഴിവ് എനിക്കറിയാം, നീ വന്നിട്ട് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ നിനക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസം ട്രയൽ പീരീഡ് വെക്കാം. ആ ടൈമിൽ നീ വർക്ക് ചെയ്തോ, ഇവിടെ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തോ. അന്നേരം ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ട് അഥവാ നിൻ്റെ പെർഫോമൻസ് ശരിയില്ലെന്ന് പറഞ്ഞാൽ
മാനേജറിൽ നിന്ന് മാറിയിട്ട് റെഗുലർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ എടുത്തു. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 years കഴിഞ്ഞു. അവിടെ ഇതുവരെ സുഖമായിട്ട് പോകുന്ന ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിനെ കൊണ്ടാണ്, ഈശോ വഴി വന്ന് കിട്ടിയ അനുഗ്രഹമാണ്. എന്താ വെച്ചാൽ എനിക്ക് ഏജ് വൈസ് വളരെ ഓവറാണ്, എക്സ്പീരിയൻസ് വൈസ് ആ ഫീൽഡിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ല, എന്നിട്ടും അവിടെ ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ലൊരു കണക്ഷനും കുറേ ആൾക്കാരായിട്ടുള്ള കണക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റിയത് മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ് ആൻഡ് താങ്ക്സ് മദർ മേരി. ഞാൻ തിരിച്ച് എൻ്റെ വൈഫിൻ്റെ അടുത്ത് കൊടുക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളാൽ കഴിയുന്നത് പോലെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്നാൽ കഴിയുന്ന 5, 6, 7 ജപമാലകൾ ഞാൻ ചൊല്ലാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ആണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചതും ബൈബിൾ വായിക്കാൻ പഠിച്ചതുമൊക്കെ. ഞങ്ങൾ 3 പേരും ജപമാലയും ചൊല്ലാറുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ ബൈബിളും വായിക്കാറുണ്ട്. അങ്ങനത്തെ ആത്മീയ പ്രാർത്ഥനകൾ, പേഴ്സണൽ പ്രെയർ ഞങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്. ആ തന്ന അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് വെനസ്ഡേയ്സ് ആണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഫാസ്റ്റിംഗ് എടുക്കും. ആ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കൈ വിരിച്ച് പിടിച്ച് മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വിശപ്പടങ്ങുവാനും അവർ ഭക്ഷണത്തിന് വേണ്ടി അലയാതിരിക്കുവാനും പരിശുദ്ധ അമ്മേ ഈശോയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ, അവരുടെ കൂടെയും രക്ഷാകവചമായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് വൈകിട്ട് ഷാർജയിലെ റോഡുകളിൽ വെയിലിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ആ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത്. അവിടെ കുറേ പരിമിതികളൊക്കെ ഉണ്ട് യുഎയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാലും ആ പരിമിതികളിൽക്കുള്ളിൽ വെച്ച് തന്നെ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ ധാരാളമായി ഈശോ വഴി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ പത്രം വാങ്ങിക്കാറുണ്ട്. പത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ യുഎയിലെ പള്ളികളിലും അതുപോലെ ഞങ്ങൾക്ക് അറിയാവുന്നവരും റോഡിൽ കൂടെ കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങളിവിടെ പത്രം വാങ്ങിച്ചും ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആരെ കണ്ടുമുട്ടിയാലും ആരോടൊക്കെ സംസാരിക്കുന്നുവോ അവരോടൊക്കെ പരിശുദ്ധ അമ്മയെപ്പറ്റി ഒരു വാക്ക് പറയാറുണ്ട്. ഞങ്ങൾ പത്രം കൊടുക്കുമ്പോഴുമൊക്കെ അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിലുള്ള ഈ 10-15 വയസ്സ് പോലും തികയാത്ത ഈ കൊച്ചിനെ കൂടി നിങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ ആക്കണമെന്ന്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഇത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ എനിക്കില്ല. കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ സ്വത്തായ അവനൊന്ന് കരഞ്ഞ് അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു അമ്മയെയും അമ്മയുടെ തിരുക്കുമാരനെയാണ് ഞാൻ അവന് കൊടുത്തത്. എന്നെ കളിയാക്കുന്നവരോടൊക്കെ ഞാൻ അത് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്പാദ്യം കൊടുത്തിട്ടായിരിക്കും ഞാൻ എപ്പോഴാണോ പോകുന്നതെന്ന്. അപ്പോൾ അവരെന്നോട് പറയും, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. അങ്ങനെയാണ് ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വഴി എൻ്റെ വീട്ടിലെല്ലാവരും, എൻ്റെ അമ്മ, അനിയത്തിമാർ എല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹവും മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നു. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ നിന്ന് കോടാനുകോടി നന്ദി പറയുന്നു. അതുകൂടാതെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറയാൻ അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാലും ആ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഉടമ്പടി നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ അതിനും കൂടെ വേണ്ടി ഇവിടെ സാക്ഷ്യം പറഞ്ഞ് നന്ദി പറയുകയാണ്. പിന്നെ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ ഭൗതികമായ ആവശ്യങ്ങൾ, എനിക്ക് ഹസ്ബൻഡിന് ജോലി, മോൻ്റെ പഠിത്തം, ഞങ്ങളുടെ ഫാമിലി എല്ലാവരെയും അങ്ങനെ നന്നായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും പ്രാർത്ഥിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 2 വർഷം 1.5 വർഷമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ നമ്മളുടെ വെറും
ആ ഒരു തൽക്കാല സമയത്തേക്കുള്ള കാര്യങ്ങളാണെന്ന്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നോട് ആരെങ്കിലും പ്രാർത്ഥന സഹായം ചോദിച്ചാൽ അവരുടെ നിയോഗങ്ങളൊക്കെ ഞാൻ പറയും. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ പറയും, അമ്മേ മാതാവേ അതും കൂടെ ഏറ്റെടുക്കണേ, അവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നും, ജീവിതാന്ത്യം വരയ്ക്കും, അത് കഴിഞ്ഞ് എന്താണോ അപ്പോഴും നിത്യതയിൽ അമ്മയോടും ഈശോയോടൊത്ത് എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമേ എന്നും, ആ പ്രാർത്ഥനാ ജീവിതം ഞങ്ങളിൽ നിന്ന് എടുത്തു പോവാതെ ഞങ്ങൾ അതിലെ നിലനിർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ ഞങ്ങൾ ഈ സാക്ഷ്യം സന്തോഷത്തോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു മദർ മേരി.